Hello everyone. Welcome to Inside Research Analytics Weekly Market Report. ഈ ഒരാഴ്ചയിലെ മാർക്കറ്റ് റിപ്പോർട്ട് പ്രകാരം 2026 മാർച്ച് 9 മുതൽ 13 വരെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ഒരാഴ്ച ഇന്ത്യൻ ഓഹരി വിപണി വലിയ ചാഞ്ചാട്ടങ്ങളോടെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആഗോള വിപണിയിൽ നിന്നുള്ള നെഗറ്റീവ് സൂചനകളും അതുപോലെ തന്നെ പശ്ചിമ ഏഷ്യയിലെ യുദ്ധ സാഹചര്യവും നിക്ഷേപകരുടെ ആത്മവിശ്വാസം തകർത്തിയിട്ടുണ്ട്. തുടർച്ചയായ വിൽപ്പന സമ്മർദ്ദം കാരണം സെൻസസ്, നിഫ്റ്റി എന്നീ പ്രധാന ഇൻഡെക്സുകൾ എല്ലാം തന്നെ വലിയ ഇടിവിലാണ് ലാസ്റ്റ് ഒരാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. മാർച്ച് 13 അവസാനിച്ച ആഴ്ചയിൽ സെൻസസ് ഏകദേശം 4355 പോയിന്റ് ഇടിഞ്ഞ് 74,556 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 1299 പോയിന്റാണ് താഴേക്ക് പോയത്. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളിലും വ്യാപകമായ വിൽപ്പനയുണ്ടായിട്ടുണ്ട്. BSE 150 Mid Cap Index 4.29%, BSE 250 Small Cap Index 3.75% ഇടിവ് രേഖപ്പെടുത്തി. ആഗോള സാമ്പത്തിക വളർച്ചയിലുള്ള ആശങ്കകളും ജിയോപൊളിറ്റിക്കൽ സംഘർഷങ്ങളും ചേർന്ന് നിക്ഷേപകരെ ജാഗ്രതയിലേക്ക് തള്ളിയതോടെ വിപണി മുഴുവൻ ഒരു നെഗറ്റീവ് ട്രെൻഡിലായി മാറി. ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ വിപണി കനത്ത ഇടിവോടെയാണ് ആരംഭിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച സെൻസസ് 1300 പോയിന്റിലധികം ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിഫ്റ്റിയും വലിയ നഷ്ടം തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ചൊവ്വാഴ്ച ഒരു ചെറിയ റിക്കവറി ഉണ്ടായെങ്കിലും അത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ നിലനിന്നുള്ളൂ. ചില നിക്ഷേപകർ വില കുറഞ്ഞ ഓഹരികൾ വാങ്ങൽ നടത്തിയതോടെ വിപണി താൽക്കാലികമായി ഉയർന്നെങ്കിലും ബുധനാഴ്ച വീണ്ടും കനത്ത വിൽപ്പന ആരംഭിക്കുകയുണ്ടായി. വ്യാഴാഴ്ച വിപണി താഴോട്ട് തന്നെയായിരുന്നു മുന്നേറിയത്. വെള്ളിയാഴ്ച അവസാന സെക്ഷനിൽ വലിയ തോതിലുള്ള വിൽപ്പനയോടെ വിപണി വീണ്ടും കനത്ത നഷ്ടത്തിൽ തന്നെ ക്ലോസ് ചെയ്യുകയുണ്ടായി. ഇതിലൂടെ ആഴ്ച മുഴുവൻ നിക്ഷേപകർ വലിയ ജാഗ്രതയോടെ പ്രവർത്തിച്ചതും വിപണിയിൽ അനിശ്ചിതത്വം തുടരുന്നതും നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ്. സാമ്പത്തിക രംഗത്തു നിന്നുള്ള പുതിയ കണക്കുകൾ പ്രകാരം ഫെബ്രുവരിയിൽ ഇന്ത്യയിലെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ 3.21% ആയി ഉയർന്നു. ജാനുവരിയിൽ ഇത് 2.74% ആയിരുന്നു. പ്രത്യേകിച്ച് ഭക്ഷ്യവിലയുടെ ഉയർച്ചയാണ് ഈ ഒരു പണപ്പെരുപ്പം വർദ്ധിക്കാനുള്ള പ്രധാന കാരണമായി മാറിയത്. ഭക്ഷ്യ ഇൻഫ്ലേഷൻ ഫെബ്രുവരിയിൽ 3.43% ആയിരുന്നു. ഇത് ജാനുവരിയിലെ 2.13%-നേക്കാൾ വളരെ കൂടുതലുമാണ്. ഭക്ഷ്യവില വർധനവ് സാധാരണ ജനങ്ങളുടെ ചിലവിനെയും സാമ്പത്തിക പ്രവാഹങ്ങളെയും ബാധിക്കാമെന്നതിൽ വിപണി പങ്കാളികൾ ഇതിനെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്നുമുണ്ട്. പശ്ചിമേഷ്യയിൽ അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ എന്നിവ തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം 3-ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോഴും സംഘർഷം കുറയുന്ന സൂചനകൾ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഇറാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും മറക്കാനാവാത്ത പാഠം പഠിപ്പിക്കുമെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുമുണ്ട്. ഇതോടൊപ്പം തന്നെ ഗൾഫ് മേഖലയിലെ മറ്റു രാജ്യങ്ങളിലേക്കും ആക്രമണങ്ങൾ വ്യാപിച്ചതോടെ ആഗോള വിപണികൾ വീണ്ടും ആശങ്കയിലായി മാറി. ഈ ഒരു സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോള എണ്ണവില ബാരലിന് $100 മുകളിലേക്ക് ഉയരുന്നത് വിപണികളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുമുണ്ട്. ആഗോള സാമ്പത്തിക രംഗത്തും മിക്സ്ഡ് ആയിട്ടുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജർമ്മനിയിലെ ഫെബ്രുവരി മാസത്തെ ഇൻഫ്ലേഷൻ 2% ആയി ചെറിയ തോതിൽ കുറഞ്ഞെങ്കിലും യൂറോപ്പിലെ വളർച്ച ഇപ്പോഴും സ്ലോ തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതേസമയം അമേരിക്കയിലുള്ള തൊഴിൽ മേഖലയിൽ നിന്നുള്ള പുതിയ കണക്കുകൾ ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. കൂടാതെ തൊഴിലില്ലായ്മ നിരക്ക് 4.4% ആയി ഉയർന്നു. ഈ കണക്കുകൾ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായ അമേരിക്കയുടെ വളർച്ച സ്ലോ ആക്കുന്നുവെന്ന ആശങ്ക ഉയർത്തുന്നുമുണ്ട്. ഈ എല്ലാ ഘടകങ്ങളും ചേർന്ന് ആഗോള വിപണിയിലും ഇന്ത്യൻ വിപണിയിലും അടുത്ത കാലയളവിൽ ഉയർന്ന വോളറ്റൈലിറ്റി തുടരാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.